ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു മാംഗോ കസ്റ്റേർഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം മാംഗോയുടെ സീസൺ ഓൾമോസ്റ്റ് തീരാറായി എങ്കിലും ഇപ്പോഴും മാർക്കറ്റിൽ മാംഗോ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റിൽ നമുക്ക് ഇതിന് വേണ്ടതായ കസ്റ്റേർഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1/2 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ മിൽക്ക് ഒഴിക്കുകയാണ്. അതായത് മറ്റേത് ചൂടിനകത്ത് ഒഴിച്ചാൽ ലംസ് വല്ലതും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏതോ നമുക്ക് ലംസ് ഇല്ലാതെ വളരെ സ്മൂത്തായിട്ടുള്ളതായ കസ്റ്റേർഡ് നമുക്ക് കിട്ടും. ഇതിനകത്ത് ഒരു ലംസും ഇല്ല, എല്ലാം അതിനകത്ത് ആ കസ്റ്റേർഡ് പൗഡർ ആ മിൽക്കിനകത്ത് ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ച് ഇത് ഒരു തിക്ക് കൺസിസ്റ്റൻസി വരുന്നത് വരെ നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ചെയ്തെടുക്കാം. ഞാനത് വേറൊരു വെസലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റിർ ചെയ്ത് കൊടുക്കുക. ഇത് ഒരുവിധം തിക്കായിട്ട് വന്നു. ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ മിൽക്കാണല്ലോ എടുത്തത്. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണ്, അതായത് ഒരു 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്തു. ഈ ഷുഗർ നിങ്ങളുടെ മധുരത്തിൻ്റെ അളവനുസരിച്ച് അത് 5 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ ഒക്കെ ആയാൽ കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരണം. കസ്റ്റേർഡ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടെ കുറുകിയാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കസ്റ്റേർഡ് കുറച്ച് തിക്കായിട്ട് വരും. ചൂടൊന്ന് കുറുകിയാൽ നല്ലതാണ്. ഒരു 2-3 മിനിറ്റ്സ് അത് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത് പറയാം, 2-3 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ചേർക്കാനായിട്ട് വിട്ടുപോയേ, അത് ഞാൻ കാണിച്ചു തരാം എന്തായിരുന്നു എന്നുള്ളത്. ഒരു 1/4 ടീസ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ലംസ് ഇല്ലാതെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഒരു മിനിറ്റ്, 1 or 2 മിനിറ്റ്സ് അപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് വരും. നമ്മുടെ കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യുക, എന്നിട്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കുക. ഇനി നമുക്ക് കസ്റ്റേർഡ് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് മാംഗോ പ്യൂരി ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 2 മാങ്ങ ആണ് എടുത്തത്, പക്ഷെ നമുക്ക് 2 എണ്ണത്തിൻ്റെ ആവശ്യമില്ല. ഒരു 1.5 മാംഗോ, അതായത് ഇനി ഇതിനകത്ത് കുറച്ച് പോർഷന്, അതായത് ഈ ഒരു പോർഷനും കുറച്ച് പോർഷനും എടുത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വളരെ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇത് പീൽ ചെയ്ത് കട്ട് ചെയ്ത ശേഷം ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ എടുക്കുക. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് മാംഗോ മിക്സിയുടെ ബ്ലെൻഡറിലിട്ട് അടിച്ച് പ്യൂരി ഉണ്ടാക്കുക. ഇത് ആ മാംഗോ പ്യൂരി ഉണ്ടാക്കിയതാണിത്. പിന്നെ നമുക്കിനി അടുത്തത് ചെയ്യാനായിട്ട് അത് ഒരുവിധം തണുത്തിട്ടുണ്ട്. ഈ കസ്റ്റേർഡിലേക്ക് ഈ മാംഗോ പ്യൂരി ആഡ് ചെയ്യുകയാണ് ഞാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1 hour to 2 hours ഇത് റെഫ്രിജറേറ്ററിനകത്ത് വെക്കുക. 1 hour കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിക്കാവേ.
നമുക്ക് കുറച്ച് മാംഗോ ഇങ്ങനെ സ്മോൾ പീസായിട്ട് കട്ട് ചെയ്തത്. തണുത്തതിന് ശേഷം ഇതിങ്ങനെ ഗാർണിഷ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അതോടൊപ്പം തന്നെ കുറച്ച് പിസ്ത ചെറിയതായിട്ട് പീസാക്കി എടുത്തിട്ട് അത് വെച്ച് ഗാർണിഷ് ചെയ്യുക. നല്ല ഒരു ഡെസേർട്ടാണ്. അപ്പം അങ്ങനെ ഇവിടെ നമ്മുടെ എന്താ പറയുക മാംഗോ കസ്റ്റേർഡ് റെഡി ആയിരിക്കുന്നു. ഇത് നിങ്ങളും ഇത് ട്രൈ ഔട്ട് ചെയ്യണം. ശരിക്കും നല്ല ഒരു ഡെസേർട്ടാണ്. മാംഗോ ഇപ്പോൾ അവൈലബിൾ ആണ്. വലിയ വർക്കൊന്നുമില്ല. മാക്സിമം ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ലതായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ട്.